ഇവിടെ ഒരു പെൺകുട്ടി ലോക്ക്ഡൌൺ ടൈമിൽ ഫ്ളാറ്റിലേക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഫുഡ് വാങ്ങിച്ച് അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കെ അത് ഡെലിവറി ചെയ്ത പെൺകുട്ടി വീണ്ടും കോളിംഗ് ബെൽ അടിച്ച് മെഡിക്കൽ ഷോപ്പ് ഇവിടെ അടുത്തൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ പാഡ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവൾ ആ പാഡ് എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ നിങ്ങളുടെ വാഷ്റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് കുറച്ച് ഭയത്തോടെയാണെങ്കിലും അവൾ ആ പെൺകുട്ടി അകത്ത് കയറ്റി. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരൻ അവളെ കോൾ ചെയ്ത് നിനക്ക് കൂടെ താമസിക്കാൻ ആരെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചത്. എന്നാൽ എന്റെ ജോലിയും പോയി, കൂടെ താമസിക്കാൻ ഇതുവരെ ആരും കിട്ടിയിട്ടില്ല, റൂമിന്റെ റെന്റ് വരെ അടക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കെ ആ ഡെലിവറി പെൺകുട്ടി പുറത്തേക്ക് വന്ന് നന്ദി പറഞ്ഞ് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം അവൾ വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്ത് ആ സെയിം പെൺകുട്ടി ഭക്ഷണവുമായി വരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടെ താമസിക്കാൻ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് താമസിക്കാൻ വന്നോട്ടെ എന്ന് അവൾ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. ഇലക്ട്രിസിറ്റിയും റെന്റും ചേർന്ന് 10,000 രൂപ ആകുമെന്ന് അവൾ പറഞ്ഞതും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫോൺ നമ്പർ കൊടുത്ത് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. സംഗതിയിൽ എന്തോ പന്തികേട് തോന്നി അവൾ ഈ കാര്യങ്ങൾ കൂട്ടുകാരനോട് പറഞ്ഞു. എന്നാൽ കേട്ടിട്ട് അവൾ കുഴപ്പക്കാരിയൊന്നുമല്ല എന്ന് പറഞ്ഞ് അവന്റെ നിർദ്ദേശപ്രകാരം അവൾ ആ പെൺകുട്ടിയെ കോൾ ചെയ്തു. അങ്ങനെ ആ വീട്ടിലേക്ക് താമസം മാറിയ പെൺകുട്ടി എല്ലാ ദിവസവും അവർ രണ്ടുപേർക്കും ചേർത്ത് ഭക്ഷണം പാചകം ചെയ്യുന്നു. കൂടാതെ ഒരു ദിവസം അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന അവളുടെ കൂട്ടുകാരന്റെ അമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാതായപ്പോൾ അവിടേക്ക് പോകാൻ അവൾക്കൊരു വണ്ടിയും കിട്ടുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഡെലിവറി പെൺകുട്ടി അവിടേക്ക് വന്ന് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു യൂണിഫോം അവൾക്ക് കൊടുത്ത് ഇനി നമ്മളെ പോലീസ് തടയില്ല എന്ന് പറഞ്ഞ് അവളെ പെട്ടെന്ന് അവന്റെ വീട്ടിലെത്തിക്കുന്നു. അങ്ങനെ ആ സ്ത്രീക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പാവം പെൺകുട്ടിയും കൂടെ നിന്ന് ചെയ്തു കൊടുത്ത് അവളൊരു നല്ല പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും നല്ല കൂട്ടാകുന്നു.